ഹലോ ഗൈസ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്ക് ഒരുപാട് OTT റിലീസുകളുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 16 OTT റിലീസുകളുടെ ഡേറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൽ നിന്ന് തുടങ്ങാം. മഞ്ഞുമൽ ബോയ്സ് എല്ലാ ഭാഷകളിലും റിലീസ് വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള തെലുങ്ക്, തമിഴ്, പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് വരുന്നത്. മെയ് 3-ാം തീയതിയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു റിലീസ് വരുന്നത് ഹോട്ട്സ്റ്റാർ കൂടെ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി സ്റ്റാർ, അതായത് വിജയ് ദേവരകൊണ്ട നായകനായി എത്തിയ ഫാമിലി സ്റ്റാറിൻ്റെ റിലീസ് ഇന്ന് രാത്രി ആമസോൺ പ്രൈമിൽ കൂടിയാണ് റിലീസ് ചെയ്യുന്നത്. ദുരന്തം സിനിമയായിരുന്നു തിയേറ്ററുകളിൽ, എന്നാൽ OTTയിൽ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അടുത്തതായ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദം ദ സ്കെയർ എന്ന് പറയുന്ന ഒരു സീരീസാണ്. ആമസോൺ കൂടിയാണ് റിലീസ് ചെയ്യുന്നത്. അതിന്ന് റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ റാണീതി എന്ന് പറയുന്നൊരു സീരീസാണ്. ജിയോ സിനിമയിൽ കൂടിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രസീവ് കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും നമുക്ക് നല്ലൊരു സീരീസ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് വരുന്നത് ഡെഡ് ബോയ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു നെറ്റ്ഫ്ലിക്സ് റിലീസാണ്. അത് റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അതും നല്ലൊരു സീരീസ് ആവുമെന്ന് നമുക്ക് കണ്ടു തന്നെ പ്രതീക്ഷിക്കാം. പിന്നീട് വരുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഒരു ജാപ്പനീസ് സീരീസാണ്. അത് ഒരുപാട് ലാംഗ്വേജുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. സിറ്റി ഹണ്ടർ എന്നാണ് ആ ഒരു സീരീസിൻ്റെ പേര്. അതും നല്ലൊരു സീരീസ് ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ലാപ്പട്ട ലേഡീസ് എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. അത് ഇന്ന് രാത്രി 12 മണി, അതായത് 26-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തതായി എവരും കാത്തിരുന്ന യാരികൻ 2 അനുപമ പരമേശ്വരൻ നായികയായി എത്തിയ ജിയോ സിനിമയിലാണ് റിലീസ് ചെയ്യുന്നത്. ആ ഒരു യാരികൻ 2 1 കളക്ഷൻ റെക്കോർഡാണ് അവിടെ തെലുങ്കിൽ ഇട്ടിരുന്നത്. 100 കോടിക്ക് മേലെ കളക്ഷൻ പോയൊരു സിനിമയാണ്. അപ്പോൾ അത് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ മലയാളത്തിൻ്റെ വലിയൊരു ഭാഗമായ സിനിമയായിരുന്നു ആടുജീവിതം. ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ആടുജീവിതത്തിൻ്റെ മെയ് അവസാനത്തേക്കാണ് ഹോട്ട്സ്റ്റാർ വഴി ഈ റിലീസ് ചെയ്യുമെന്ന് പറയപ്പെടുന്നത്. അതൊരു അൺഒഫീഷ്യൽ ഡേറ്റാണ്. എന്തായാലും ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. അടുത്തതായിട്ട് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള സിനിമയാണ് ജനനം 1927 പ്രണയം തുടരുന്നു എന്ന് പറയുന്നൊരു വളരെ മികച്ചൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹോട്ട്സ്റ്റാർ ആയിരിക്കും എടുക്കുക, കാരണം അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് നമ്മുടെ ഏഷ്യാനെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഹോട്ട്സ്റ്റാറിൽ കൂടെ എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ദിൽ ദോസ്തി ദിലീമ എന്ന് പറയുന്ന ഒരു ആമസോൺ സീരീസാണ്. അത് ആമസോണിൽ കൂടെ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പട്ടം പിള്ളേരുകളുടെ ഒരു സീരീസാണ്. ആ ഒരു സീരീസ് ഒരു വളരെ മികച്ച സീരീസാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും അത് കണ്ടു നോക്കുക. പിന്നീട് നമുക്ക് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഭീമ എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയാണ്. അത് 25-ാം തീയതി, അതായത് ഇന്ന് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കൊറിയൻ സീരീസാണ് വരുന്നത്. ഗുഡ് ബൈ എർത്ത് എന്നാണ് ആ ഒരു സീരീസിൻ്റെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യുന്നത്. ഏപ്രിൽ 26, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് അത് നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയിരിക്കും. ഇംഗ്ലീഷ് ഭാഷകളിലും മറ്റ് ലാംഗ്വേജുകളിലെല്ലാം ആ ഒരു കൊറിയൻ സീരീസ് റിലീസ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് തെലുങ്കിൽ നിന്നാണ് തിലു സ്കോർ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ ഒരു പാൻ ഇന്ത്യൻ റിലീസ് പോലെയാണ് വരുന്നത്, കാരണം ഒരുപാട് ഭാഷകളിൽ അത് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. 26, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ആ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യും. പിന്നെ ഏവരും കാത്തിരുന്ന ഒരു സിനിമയാണ് ഇംഗ്ലീഷിൽ നിന്ന് മങ്കി മാൻ. അതൊരു വളരെ മികച്ച ഒരു സിനിമയാണ്. അത് റിലീസ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ. അതെല്ലാവരും കാണണം. വളരെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സിനിമയാണ്. അതെന്തായാലും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അത്രയും അടിപൊളിയാണ്. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കണ്ട് അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഒരു ക്രാക്ക് എന്ന് പറയുന്നത് ആദിത്യ ദത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നുണ്ട് ഹോട്ട്സ്റ്റാർ വഴി. ഏപ്രിൽ 26, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് റിലീസ് ചെയ്യും. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് OTT ഡേറ്റ്. എല്ലാവരും ഇതിൽ പറഞ്ഞ സീരീസുകളും അതുപോലെ സിനിമകളൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. നമ്മുടെ അടുത്ത അപ്ഡേറ്റ്സ് കാര്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.